എൻ്റെ കാര്യവും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, ഭാര്യ നൽകി, മക്കളെ നൽകി, കച്ചവടം നൽകി, വാഹനം നൽകി, വീട് നൽകി. ഈ നൽകിയതിന് ഒരു 1/4 എവിടെയെങ്കിലും വെച്ച് കാണുന്ന 4 കാലുള്ള നായിക്ക് തിന്നാൻ ഒരു ഭക്ഷണം കൊടുത്താൽ നിന്നെ കാണിക്കുമ്പോൾ എവിടെ വെച്ച് കണ്ടാലും നന്ദി കാണിക്കും. കൊടുത്തു നോക്ക്. ഈ പള്ളിയുടെ മുന്നിലോ ഈ മാർക്കറ്റിന്റെ മുന്നിലോ നിൽക്കുന്ന ഒരു നായിക്ക് നീ എപ്പോഴെങ്കിലും വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം കൊടുത്തു നോക്ക്, നിന്നെ എവിടെ വെച്ച് കണ്ടാലും അത് വാലാട്ടി കാണിക്കും. കാരണം അത് നന്ദിയുള്ള ജീവിയാണ്. പക്ഷെ നമ്മളോ അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ച റബ്ബിനോട് ഞാനോ നിങ്ങളോ നന്ദി കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നമസ്കരിക്കാൻ പറഞ്ഞാൽ വല്ലാത്ത പ്രയാസമാണ്, ജോലിയാണ്, തിരക്കാണ്. പടച്ചവനെ ഇൽമു പറയുന്ന സദസ്സിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ അപ്പോഴും രോഗമാണ്, പ്രയാസമാണ്. ഏത് കാര്യം പറഞ്ഞാലും നമുക്ക് ദുനിയാവിന്റെ കാര്യമേ പറയാനുള്ളൂ. എങ്കിലാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. ആരാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ മുത്തുനബിയാണ്. ആ മുത്തുനബിയാണ് പടച്ചവനെ നാളെ റബ്ബിന്റെ സ്വർഗം തുറക്കുന്നത്. ആ പ്രവാചകന് അതാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരാതെ വാതുറന്ന് സംസാരിക്കാറില്ല. പ്രവാചകൻ എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വന്നിട്ടാണ് അവിടെ നിന്ന് പറയുന്നത്. പടച്ചവനെ അങ്ങനെ ജീവിച്ച പ്രവാചകന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാ. പടച്ചവനെ നമ്മൾ നമസ്കരിക്കുന്നത് പോലെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ കാലുകൾ നീര് കെട്ടുന്ന രീതിയിൽ, തന്റെ കാല് നീര് വരുന്ന രീതിയിൽ ആ പ്രായമായ സമയം അല്ലാഹുവിന്റെ റസൂല് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. കാല് വല്ലാതെ നീര് വന്നിട്ടുണ്ട്. പ്രവാചകന് സുജൂദിൽ കിടന്ന് കരയുന്ന ശബ്ദമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അതാ എണ്ണച്ചട്ടിയിൽ എണ്ണ കടന്നു തിളയ്ക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം കടന്ന് വിങ്ങുന്ന ശബ്ദം അതാ ആയിഷ ബീവി കേട്ടിട്ടുണ്ട്. സ്വഹാബാക്കളിൽ പലരും കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കാല് നീര് കിട്ടുന്ന രീതിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അങ്ങെന്ത് ചെയ്താലും അല്ലാഹു പൊറുക്കുമല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ സ്വർഗം തുറക്കുന്നത് നിങ്ങളല്ലേ നബിയേ? നിങ്ങളെക്കാളും ഈ ലോകത്ത് മഹത്വമുള്ള ഒരു മനുഷ്യനുമില്ലല്ലോ. പിന്നെ എന്തിനാ നബിയേ കാല് നീര് കെട്ടുന്ന രീതിയിൽ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നബിയെ ത്യാഗം സഹിച്ചിങ്ങനെ നമസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബി പറഞ്ഞു, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. ആയിഷ റബ്ബിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. ആരാ പറഞ്ഞത്? ഈ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ചിന്തിച്ചു നോക്ക് സഹോദരാ. ആ പ്രവാചകന്റെ ജീവിതം ഇങ്ങനെയായിരുന്നെങ്കിൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹുവേ എന്ത് ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ മുത്തുനബി പോലും അല്ലാഹുവേ ഇതുപോലെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അല്ലാഹുവേ ഇതുപോലെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇബാദത്തെടുത്തത്. അല്ലാഹുവിനോട് നന്ദി കാണിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ ചെയ്യുന്ന പാപങ്ങളുടെ കണക്ക് പോലും കടലിന്റെ തിരമാലകൾ
ആളുകൾ നമ്മുടെ പാപത്തിന്റെ മുന്നിൽ തോറ്റുപോകുമല്ലോ. അങ്ങനെ പാപം ചെയ്തിരിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാ സഹോദരാ റബ്ബിന് നന്ദി രേഖപ്പെടുത്തേണ്ടത്? നമ്മുടെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നാൽ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമാകുമോ സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്. അള്ളാന്റെ ഖുർആനാണ് പറഞ്ഞത്, അള്ളാഹുവേ ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാ. പ്രവാചകന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് അള്ളാഹുവേ ഒരുപാട് പ്രവാചകനിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാനുണ്ട്. ഏത് വിഷയമെടുത്തു നോക്കിയാലും ഏത് കാര്യമെടുത്തു നോക്കിയാലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഈ കാണിക്കുന്ന ഓളം മാത്രം കാണിച്ചാ പോരാ. ആരാണ് മുത്തുനബി എന്ന് പഠിക്കണം സഹോദരാ.